ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ SITയുടെ അനാസ്ഥ മുഴുവൻ പ്രതികളുടെയും ജാമ്യത്തിന് കാരണമാകുന്നു. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റർ മുരാരി ബാബുവിന്റെ ജയിൽ മോചനത്തിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികൾക്കും ജാമ്യം ലഭിച്ചേക്കും. ഇടക്കാല കുറ്റപത്രം പോലും നൽകാൻ SIT വൈകിപ്പിക്കുന്നതാണ് പ്രതികളുടെ ജയിൽ മോചനം എളുപ്പത്തിൽ സാധ്യമാക്കുന്നത്. കേസന്വേഷണം ആരംഭിച്ച് 4 മാസം പിന്നിടുമ്പോഴും കുറ്റപത്രം സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. കേസിന്റെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്ത ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാൻ SIT തയ്യാറായിട്ടില്ല. ഇതാണ് കേസിലെ പ്രതികൾക്ക് ജാമ്യത്തിലിറങ്ങുവാനുള്ള പഴുതായി മാറിയത്. SITയുടെ ഈ അനാസ്ഥയാണ് ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റർ മുരാരി ബാബുവിന് ജയിൽ മോചനത്തിന് കളമൊരുക്കിയത്. കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും വൈകാതെ പുറത്തിറങ്ങും. തുടർന്നിങ്ങോട്ട് N വാസുവിനും പത്മകുമാറിനുമെല്ലാം പുറത്തിറങ്ങുവാനുള്ള അവസരമായി ഇത് മാറുകയും ചെയ്യും. രാഷ്ട്രീയമായും സാമ്പത്തികമായും സ്വാധീനമുള്ളവർ പുറത്തിറങ്ങിയാൽ കേസിനെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി കണ്ട് ഒരു ഇടക്കാല കുറ്റപത്രമെങ്കിലും SIT സമർപ്പിക്കുമായിരുന്നെങ്കിൽ മുരാരി ബാബുവിന്റെ ജയിൽ മോചനം ഇത്ര എളുപ്പമാകുമായിരുന്നില്ല. SIT നടപടി പ്രതികളെ സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ എന്ന സംശയങ്ങളും ഉയരുന്നുണ്ട്. ഇനി ജയിൽ മോചനരാകാനുള്ളവരും കേസിലെ പ്രധാന പ്രതികളാണ്. ഇനിയെങ്കിലും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യമുണ്ടായാൽ പ്രതികൾക്ക് എല്ലാം ജാമ്യം ലഭിക്കും. എല്ലാവരും പുറത്തിറങ്ങുകയും ചെയ്യും. ഇത് കേസിനെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. കുറ്റപത്രം സമർപ്പിക്കാൻ SIT വൈകിപ്പിക്കുന്നത് എന്തെന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഉന്നതരെ രക്ഷിച്ചെടുക്കുവാനുള്ള CPM തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണോ ഇതെന്നുമുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. SITയുടെ അന്വേഷണത്തിൽ നേരത്തെ തന്നെ BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും ഹൈന്ദവ സംഘടനകളും സംശയം ഉന്നയിച്ചിട്ടുണ്ട്. പ്രതിപട്ടികയിൽ ഉൾപ്പെടെയുള്ളവർ ഓരോരുത്തരായി പുറത്തിറങ്ങാൻ തയ്യാറെടുക്കുമ്പോഴും കുറ്റപത്രം സമർപ്പിക്കാൻ എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യവും ഉയർന്നു കേൾക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.